Hello everyone, welcome back to VLSC with Geetanjali. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ octal to binary and binary to octal conversions ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത കൺവേർഷൻസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഈ കൺവേർഷൻ ആൻഡ് ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി കൂടെയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ കൺസെപ്റ്റ്? octal നമ്പറിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ ബൈനറി നമ്പറിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. And ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. What is that connection? 2�3 എന്ന് പറയുന്നതാണ് 8. അതായത് 2ന്റെ ഒരു പവർ ആണ് 8. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ octal നമ്പറിനെയും ബൈനറി നമ്പറിന്റെ 3-bit representation ആയിട്ട് എഴുതാൻ പറ്റും. Every octal digit can be represented using 3-bit binary bits. ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ octal to binary and binary to octal representations ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ബൈനറി നമ്പറിന്റെ 3-bit representation ടേബിൾ ആണ്. ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്കിത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റൂൾസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ എന്താണ്? Start grouping the binary digits from the right hand side. Each group should contain exactly 3 bits. Suppose നമ്മുടെ കയ്യിൽ ഒരു ബൈനറി വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ബൈനറി വാല്യൂനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ബൈനറി വാല്യൂ എഴുതിയിട്ട് അതിനെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഓരോ ഗ്രൂപ്പിലും 3 ബിറ്റുകൾ വെച്ചിട്ട് വേണം. ഓക്കെ, ഇനി if the leftmost group has fewer than 3 bits, simply add leading zeros. അതായത് നമുക്ക് കിട്ടിയ ബൈനറി നമ്പറിനെ നമ്മൾ 3 ഡിജിറ്റ്സ് വരുന്ന ഗ്രൂപ്പുകളാക്കിയിട്ട് അല്ലെങ്കിൽ 3 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കണം. അങ്ങനെ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കുമ്പം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ഗ്രൂപ്പ് ചെയ്ത് വരേണ്ടത്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വന്ന് നമ്മുടെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിൽ എത്തുമ്പോൾ ആ ഗ്രൂപ്പിൽ ഒരു ബിറ്റ് കുറവാണെങ്കിൽ അല്ല എന്ത് ചെയ്യണം? എക്സ്ട്രാ ഒരു 0 അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ആഫ്റ്റർ ഗ്രൂപ്പിംഗ് റീപ്ലേസ് ഈച്ച് ബൈനറി ഗ്രൂപ്പ് വിത്ത് ഇറ്റ്സ് ഇക്വാലന്റ് ഒക്ടൽ ഡിജിറ്റ്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? 3 ബിറ്റ് ഉള്ള ഗ്രൂപ്പ്സ് കിട്ടും അല്ലേ? അപ്പം ഓരോ 3 ബിറ്റ് ഗ്രൂപ്പും റെപ്രസെന്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ എന്താണ് അത് നമ്മൾ എഴുതാം. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് 101 to the base 2. ഇതിനെ എങ്ങനെയാണ് ഒക്ടൽ നമ്പറിലേക്ക് എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 3 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കണം. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്തു. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് കേട്ടോ നോക്കേണ്ടത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 101 എന്ന് കിട്ടും അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കറക്റ്റ് 3 ബിറ്റുള്ള ഗ്രൂപ്പുകളായിട്ടാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് ഇവിടെ എക്സ്ട്രാ 0 ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് എന്താണ് വാല്യൂ കിട്ടിയത്? 101. ഇനി ഇതിന് കറസ്പോണ്ടിങ് ഒക്ടലിലുള്ള വാല്യൂ നോക്കിയിട്ട് എഴുതിയാൽ മതി. 101 എന്ന് പറഞ്ഞാൽ ഒക്ടലിൽ 5 ആണ്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? 101 to the base 2 എന്ന് പറയുന്നത് 55 to the base 8 ആണ്. ക്ലിയർ ആയോ ഇത്? അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 11011 to the base 2 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഞാൻ ആ നമ്പർ എടുത്ത് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 3 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കണം അല്ലേ? ഇത് ഇത്രയും ഒരു ഗ്രൂപ്പാണ്. പക്ഷെ ഇതെടുത്തു കഴിഞ്ഞപ്പം ഇവിടെ എന്തില്ല? ഇവിടെ 3 ബിറ്റ്സ് ഇല്ല, ഒരു ബിറ്റിന്റെ കുറവുണ്ടല്ലേ അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ 0 നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 3 ബിറ്റ്സ് ഉള്ള 2 ഗ്രൂപ്പ് കിട്ടി. ഇനി ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ ഏതാന്ന് നോക്കണം. 011 എന്ന് പറയുന്നത് ഒക്ടലിൽ 3 ആണ്. ഇവിടെയും 011 തന്നെയാണ്. അപ്പോൾ 3 എഴുതി. ഇനി ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതി. സോ 11011 to the base 2 is equal to 33 to the base 8. ക്ലിയർ ആയില്ലേ ഇത്? അങ്ങനെ സീറോസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിന്റെ അവിടെ മാത്രമാണ് നമുക്ക് 0 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യരുത്. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത എക്സാമ്പിൾ നോക്കിയേ. അടുത്ത എക്സാമ്പിളിൽ എന്തുണ്ട്? ബൈനറി പോയിന്റ് ഉണ്ട് അല്ലേ? ബൈനറി പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആ
ക്വസ്റ്റ്യന് ഒരു ഇൻറ്റീജർ പാർട്ടും ഉണ്ട് ഒരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇൻറ്റീജർ പാർട്ടിനെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഫ്രാക്ഷണൽ പാർട്ടിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുമാണ് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഇൻറ്റീജർ പാർട്ടിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും അതേപോലെ ഫ്രാക്ഷണൽ പാർട്ടിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുമാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. അപ്പം ഞാൻ 3 ബിറ്റുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻറ്റീജർ പാർട്ട്, ഇതാണ് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട്. ബട്ട് രണ്ട് സൈഡിലും എന്തുണ്ട്, ഒരു ബിറ്റിന്റെ കുറവുണ്ട് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇൻറ്റീജർ പാർട്ടിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്തു. ബട്ട് ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നത് കൊണ്ട് റൈറ്റ് സൈഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് തികയാത്ത 0 ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പം അങ്ങനെ ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ 3 ബിറ്റ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓരോ ബൈനറി വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂസ് എഴുതുമ്പം ആദ്യം എന്താണ് 0 1 0 ആണ്. അതിന് റെസ്പെക്റ്റീവ് ഒക്ടൽ വാല്യൂ എന്താണ് 2 ആണ് അല്ലേ. 1 1 0 എന്ന് പറഞ്ഞാൽ 6 ആണ്. എന്നിട്ട് ഞാൻ ബൈനറി പോയിന്റ് അങ്ങനെ ഇറക്കി എഴുതി. നെക്സ്റ്റ് എന്ത് എഴുതണം, 1 0 1 എന്ന് പറയുന്നത് 5 ആണ്. 0 1 0 എന്ന് പറയുന്നത് എഗെയിൻ 2 ആണ്. അപ്പം നമുക്ക് എന്താ ആൻസർ കിട്ടിയത്, 1 0 1 1 0.10101 ടു ദ ബേസ് 2 എന്ന് പറയുന്നത് 26.52 ടു ദ ബേസ് 8 ആണ്. അപ്പം നമ്മൾ ബൈനറി പോയിന്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ നോക്കി, അല്ലാത്ത 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകും. ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാം, എന്നിട്ട് ഇതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സ് നോക്കാം. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ. ഇപ്പൊ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇതിലും സിമ്പിൾ ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഒക്ടൽ നമ്പർ ഉണ്ട്, 35 ടു ദ ബേസ് 8 എന്നൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. ഈ 35 ടു ദ ബേസ് 8ൽ 2 ഡിജിറ്റ്സ് ആണുള്ളത്, 3ഉം 5ഉം അല്ലെ. ആ 3ക്കും 5നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി 3 ബിറ്റ് വാല്യൂ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി. നമ്മൾ എന്ത് ചെയ്തു, 3 എന്ന് പറയുന്നത് 0 1 1 ആണ് ബൈനറിയിൽ. ഓക്കെ, 5 എന്ന് പറയുന്നത് ബൈനറിയിൽ 1 0 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടി 0 1 1 ആൻഡ് 1 0 1. ഇതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് കിട്ടി, 0 1 1 1 0 1. ഇനി ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലാണ് 0 വന്നേക്കുന്നത്, എവിടെ അല്ലേ, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലാണ് 0 വന്നേക്കുന്നത്. നമുക്ക് ആ 0നെ നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടും, 1 1 1 0 1 എന്ന് കിട്ടും. അതായത് 35 ടു ദ ബേസ് 8 എന്ന് പറയുന്നത് 1 1 1 0 1 ടു ദ ബേസ് 2. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിൽ 0 വന്നുകൊണ്ടാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞത്. അതേസമയം റൈറ്റ് മോസ്റ്റ് ബിറ്റിലാണ് 0 വന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും എലിമിനേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ, 25.6 ടു ദ ബേസ് 8. ഇതിനെങ്ങനെ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യും, 2ന്റെയും 5ന്റെയും 6ന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി റെപ്രസെന്റേഷൻ എഴുതിയാൽ മതി അല്ലേ. അപ്പൊ എന്ത് വരും, 2 എന്ന് പറയുന്നത് 0 1 0 ആണ്, 5 എന്ന് പറയുന്നത് 1 0 1 ആണ്, ആൻഡ് 6 എന്ന് പറയുന്നത് എന്താണ് 1 1 0 ആണ്. ഇതിലും നമ്മൾ എന്താണ്, ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു 0 വന്നിട്ടുണ്ട്. 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഫൈനലി 0 1 0 1 0 1.110. ഇതിൽ ഞാൻ 0 നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞപ്പം 1 0 1 0 1.1102 110 ടു ദ ബേസ് 2. എങ്ങനെയാണ് കിട്ടുക ആൻസർ. ഓക്കെ, ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടെ, 2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ നിങ്ങൾ ചെയ്യുക. അപ്പം ഒക്ടൽ ടു ബൈനറി ആൻഡ് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെയിം ആണ് ബൈനറി ടു ഹെക്സാഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ ബൈനറി കൺവേർഷൻ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇനി ഒരു ടോപ്പിക് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൺവേർഷൻസ് എല്ലാം കഴിയും. ഫോർ ദ ടൈം ബീയിങ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കാം, എന്നിട്ട് എൻ്റെ ആൻസേഴ്സ് കോമെന്റ് ചെയ്യുക. And if you find this video helpful, please like, share, subscribe our channel and follow our Instagram page. Thanks for watching and happy learning. See you in the next video. Bye.